റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അല്ലദീന ഹും അഹ്ലുസ് സുദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സൃഷ്ടാവായ അല്ലാഹു അനുഗ്രഹിച്ചവരിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നന്മകളുടെ കൂട്ടുകാരനായി, സ്നേഹത്തിൻ്റെ സന്ദേശവാഹകരായി ജീവിക്കാൻ കരുണക്കടലായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമളാൻ, അതിൻ്റെ രാപ്പകലുകൾ അനുകൂല സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ ജീവിക്കേണ്ടത്, ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത് പൂർണ്ണമായും ദൈവഭക്തിയോട് കൂടെയാണ്. ഒരു സൃഷ്ടാവുണ്ട് എന്ന ബോധ്യത്തോടു കൂടെയാണ്. ആ ബോധ്യം ഉണ്ടാകുമ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള മൃഗതുല്യമല്ലാത്ത, പൈശാചികതയോട് ഒട്ടും യോജിപ്പില്ലാത്ത ഒരു മനുഷ്യനുണ്ടാകേണ്ട ഗുണങ്ങളുമായി നമുക്കിവിടെ ജീവിക്കാൻ കഴിയും. എന്ന് ആ തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നോ, ഞാനൊരു സൃഷ്ടിയാണ്, എനിക്കൊരു സൃഷ്ടാവുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ രേഖപ്പെടുത്തേണ്ടവനാണ്, എനിക്കൊരു കണക്ക് പുസ്തകം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ഥിതി വിവര പട്ടിക ഞാൻ അറിയാതെ രൂപപ്പെടുത്തുന്നുണ്ട്, നാളെ ജനമധ്യങ്ങൾക്കിടയിൽ ഞാനത് ഉറക്കെ വായിക്കപ്പെടേണ്ടവനാണ് എന്ന ബോധ്യം ഒരാൾക്കുള്ള കാലത്തോളം, എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ, ഒരിക്കലും മനുഷ്യത്വത്തോട് വിയോജിക്കും വിധമുള്ള മൃഗതുല്യമായ ഒരു ജീവിതം അവനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുകയില്ല. നേരെ മറിച്ചാണെങ്കിൽ ഈ ഒരു ചിന്തകളില്ലാത്ത അലസമായ അബദ്ധസഞ്ചാരം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തെറ്റുകൾക്ക് വഴുതി വീഴാനും അല്ലെങ്കിൽ തിന്മകളുടെ കൂട്ടുകാരനാകാനും ഒരുപാട് സാധ്യതകൾ അവനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു തലത്തിലുള്ള ചിന്തകളിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന സംഭവ വികാസങ്ങളും അതൊരു യാദൃശ്ചികതയുടെ ഒരു പ്രകടനമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയില്ല. അതൊരു പ്രകൃതിയുടെ വികൃതിയാണ്, അല്ലെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്, അത് യാദൃശ്ചികമാണ് എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. മറിച്ച് എല്ലാം ഒരു ചാലക ശക്തിയുടെ, എല്ലാം ഒരു സൃഷ്ടാവായ, ഒരു ജഗനിയന്താവായ, സർവാധിപനായ ഒരു സൃഷ്ടാവിൻ്റെ പ്രവർത്തനങ്ങൾ നിമിത്തമാണ് എന്ന് വിശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്, എന്ന് വിശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിൻ്റെ പ്രബോധകനായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, തിരുദൂതരാണ്, അള്ളാഹുവിൻ്റെ ദാസനാണ് എന്ന പ്രഖ്യാപനം കൂടിയാകുമ്പോഴാണ് ഒരാൾ വിശ്വാസി അല്ലെങ്കിൽ ഒരു മുഅ്മിൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം? രണ്ട് രീതികളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾക്കൊക്കെ തത്തുല്യമായ പ്രതിഫലം നൽകുന്നവനാണ്. ആ പ്രതിഫലം നന്മകളാകാം, തിന്മകളാകാം.
അത് പ്രതിഫലമാകാം, ശിക്ഷയാകാം. നന്മകളാണെങ്കിൽ അതിന് പ്രതിഫലങ്ങൾ, തിന്മകളാണോ അതിന് ശിക്ഷകൾ. ഇതും ബുദ്ധിസഹജമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനൊരു പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഈ ലോകത്ത് പിന്നെ എന്ത് നീതിയാണുള്ളത്? ഒരാൾ കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരാൾ 100 ആളുകളെ കൊല്ലുന്നു. അയാൾക്ക് പകരം നൽകാനുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? അവനെ കൊന്നുകളയുക എന്നാണ്. ഒരാളെ കൊന്നാലും അവനെ ഒരു തവണ കൊല്ലുക, 100 ആളെ കൊന്നാലും അവനെ ഒരു തവണ കൊല്ലുക എന്നതാണ് ഇവിടെ നടപ്പിലാക്കാൻ കഴിയൂ. ഇത് യഥാർത്ഥത്തിൽ ആയിട്ടില്ലല്ലോ. ഒരാൾ വധിച്ചാൽ അവന് കൊല കുറ്റമാണെങ്കിൽ ബാക്കി 99 ആളുകളെ അവൻ കശാപ്പ് ചെയ്തതിൻ്റെ ശിക്ഷ അവൻക്ക് എപ്പോൾ അനുഭവിക്കേണ്ടി വരും? എങ്ങനെ നൽകാൻ കഴിയും? അങ്ങനെ വരുമ്പോഴാണ് ഒരു നീതിമാനായ സ്രഷ്ടാവ് നാളെ അതിന് മറ്റൊരു ലോകമുണ്ട് എന്നും ആ ലോകത്ത് ഇവിടെ 100 തവണ കൊന്നവനെ 100 തവണയോ അതിലധികമോ അള്ളാഹുവിന് ശിക്ഷ നൽകാൻ കഴിയുമെന്നും, അങ്ങനെ ആ ഒരു വിശ്വാസമാണ് ഒരു നീതിയുടെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിൻ്റെ ശിക്ഷകളുമുണ്ട്, പ്രതിഫലങ്ങളുമുണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത്? മനുഷ്യനുണ്ടാകേണ്ടത് ബൈനൽ ഹൗഫി വർ റജ, ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലുള്ള ഒരു ജീവിതമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അവൻ്റെ കാര്യങ്ങളെ വലിച്ചിഴച്ച് സമൂഹത്തിൽ അപമാനിച്ച സാഹചര്യം, അതല്ലെങ്കിൽ സാമ്പത്തികമായി അവന് നൽകേണ്ടത് നൽകാതെ പോകുന്നവൻ, അല്ലെങ്കിൽ കളവ്, വഞ്ചന, ഇങ്ങനെയുള്ള ഒരുപാട് തിന്മകൾ ചെയ്ത ഒരാൾ, ആ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹു ശിക്ഷിക്കുമെന്ന ഭയം അവൻക്കുണ്ടാകണമല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ആ ശിക്ഷയിൽ നിന്ന് അവൻക്ക് ഒഴിവാകാൻ കഴിയും. അതേ മനുഷ്യൻ അള്ളാഹു ശിക്ഷിക്കുക മാത്രമാണ് ചെയ്യുക, ഒരിക്കലും അള്ളാഹുവിൻ്റെ പാപമോചനം ലഭ്യമാവുകയില്ല എന്നവൻ ധരിച്ചു വെച്ചാൽ പിന്നീട് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ അക്രമകാരിയാകുന്നു, അവൻ കൂടുതൽ തിന്മകളുടെ തോഴനായി മാറുന്നു. കാരണം ഇനി പ്രതീക്ഷിക്ക വകയില്ല, ഏതായാലും ആയിക്കഴിഞ്ഞു. എന്നാൽ അവിടെയല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. അങ്ങനെയൊക്കെ സംഭവിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ താളുകളിൽ കാണാൻ കഴിയുമല്ലോ. ഒരാൾ മരണസമയം മക്കളെ വിളിച്ച് വസിയത്തായി പറയാണ്, ഞാൻ മരിച്ചാൽ മരണശേഷം എന്നെ ചാരമാക്കി ഭസ്മമാക്കി വ്യത്യസ്ത ഭാഗങ്ങളിലായി വിതറിക്കളയണം. എന്തിന് എന്ന് ചോദിച്ചപ്പോൾ, നാളെ എന്നെ പിടികൂടാതിരിക്കാൻ, അങ്ങനെ നരകത്തിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് എനിക്ക് ഒഴിവാകാൻ എന്നറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പേടിച്ചു എന്നൊരൊറ്റ കാരണത്താൽ അയാളെ അള്ളാഹു ഒഴിവാക്കി, അള്ളാഹു അവനക്ക് സംരക്ഷണം നൽകി എന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഭയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിന്നീട് പറഞ്ഞത്, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, അങ്ങനെയുള്ളൊരു ഭയം അല്ല വേണ്ടത്. ആ ഭയത്തോട് കൂടെയുള്ള പ്രതീക്ഷ കൂടി നമുക്കുണ്ടാവണം. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു വാക്യമുണ്ടല്ലോ, പരിപാവനമായ ഷഅബാൻ 15 അന്ന് രാവ്, ബറാഅത്തിൻ്റെ രാവിൽ പ്രവാചകനെ ആയിഷാബിയുടെ സമക്ഷം കാണാതെ പോവുകയും രാത്രി എല്ലാവരും കൂട്ടമായി തിരയുകയും അവസാനം ജന്നത്തുൽ ബഖീൽ ഒരു വെളിച്ചം കാണുകയും അവിടെ ചെന്നപ്പോൾ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുന്ന രംഗം അവർ കാണേണ്ടി വന്നു. അവർ കരയാണ്, പ്രവാചകൻ കരയുകയാണ്. ആ കരയുന്ന പ്രവാചകൻ ചില മന്ത്രങ്ങൾ, ചില വാക്യങ്ങൾ എങ്ങനെ കേൾക്കാൻ കഴിയും. അവർ ചെവി വെച്ച് നോക്കി, കാതോർത്ത് നോക്കി. പുണ്യപ്രവാചകൻ അവിടെ നിന്ന് സങ്കടത്തോടെ പറയുക, അല്ലാഹുവേ, എൻ്റെ അടിമകൾ അവർ പാവങ്ങളാണ്, അവർ സാധുക്കളാണ്. എൻ്റെ അടിമകൾ അല്ലാഹുവേ, നിൻ്റെ അടിമകൾ, എൻ്റെ സമുദായം, എൻ്റെ ഉമ്മത്ത്, നിൻ്റെ അടിമകളാകുന്ന എൻ്റെ ഉമ്മത്ത് അവർ പാവങ്ങളാണ് റബ്ബേ. എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ വളരെ പാവങ്ങളാണ്. വൈൻ തുഅദിബുഹും ഫഇന്നഹും ഇബാദുക്. അല്ലാഹു നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ
അവർ നിന്റെ അടിമകളാണ്, ഒന്നും ചെയ്യാനില്ല നാദ വൈൻ തുഅദിബുഹും ഫഇന്നഹും ഇബാദുക. അവർ നിന്റെ അടിമകൾ മാത്രമാണ്. വൈൻ തഗ്ഫിർ ലഹും, അള്ളാഹുവിനെ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അങ്ങേറ്റം പുറത്തു കൊടുക്കുന്നവനല്ലേ റബ്ബേ, നീ മാപ്പ് നൽകുന്നവനല്ലേ അല്ലാ, എൻ്റെ സമുദായത്തിന് പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ബറാഅത്തിൻ്റെ രാവിൽ ജന്നത്തുൽ ബഖീയിൽ പോയി പൊട്ടിക്കരഞ്ഞ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിന് ഇഷ്ടമാണ്. ശിക്ഷയും രക്ഷയും എല്ലാം നൽകേണ്ടവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുക. ആ ഭയപ്പെടുന്നതോട് കൂടെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് മാപ്പ് പറയുക. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു ഏറെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഒരടിമ, സട്ടാവായ റബ്ബിൻ്റെ അടിമ, നമ്മൾ ഓരോ ആളുകളും ഏതോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ തെറ്റുകളിൽ വഴുതി വീഴുന്നു. ദർശനങ്ങളും സ്പർശനങ്ങളുമായി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു തരങ്ങളിലൂടെയുള്ള പാപങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ആ പാപങ്ങൾ അതിലെത്തിയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി രക്ഷയില്ല എന്ന് കരുതി വീണ്ടും ആ തെറ്റുകൾ ആവർത്തിച്ച് അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിന് പകരം എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ, ഒരുപക്ഷെ മദ്യത്തിൻ്റെ അടിമകളായി പോകേണ്ടി വന്നവർ, അതല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമകളായവർ, മോശമായ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ഒരിക്കലും മനുഷ്യത്വത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രവർത്തനങ്ങളുമായി എന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ, പലപ്പോഴും അവരെ പിന്തിരിയാൻ അവർക്ക് കഴിയാത്തത് അവർ പറഞ്ഞു വെക്കുകയാണ്, അവർ മനസ്സിലാക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയല്ലോ, ഇനി രക്ഷയില്ല, എന്താണെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെയായി, ഞങ്ങൾ സമൂഹത്തിൽ കുടിയന്മാരായി, ഞങ്ങൾ സമൂഹത്തിൽ മോശക്കാരായി, സദാചാര വിരുദ്ധരായി എന്ന മുദ്ര ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്തായിട്ടും കാര്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കൂടുതൽ ആ തെറ്റിൻ്റെ ആഴങ്ങളിലേക്ക് അവർ ആഴ്ന്നു പോകുമ്പോൾ ഒരു വേള ചിന്തിക്കുക, അങ്ങനെയല്ല, ആ ചിന്ത മൗഢ്യമാണ്, ആ ചിന്ത ശരിയല്ല. നിങ്ങളൊന്നും ആയിട്ടില്ല, എവിടൊക്കെയോ നിങ്ങൾ എത്തിയിട്ടുണ്ട്, ശരിയാ, പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്ന ദയാലുവായൊരു അള്ളാഹുണ്ട്, നിങ്ങളെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. നിങ്ങളൊന്ന് തിരിച്ചു വരൂ, മദ്യത്തോട് നിങ്ങൾ വിട പറയും, ആ തിന്മകളെ നിങ്ങൾ പൂർണ്ണമായി വർജിക്കൂ. അങ്ങനെ വർജിച്ചാൽ നിങ്ങൾക്കറിയോ, നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ മാതാവ് നിങ്ങളെ നോക്കി സന്തോഷിച്ചതിനേക്കാൾ അള്ളാഹു സന്തോഷിക്കുമെന്ന് അറിയാലോ. മരുഭൂമിയുടെ മധ്യത്തിലെല്ലാം നഷ്ടപ്പെട്ട് മരണത്തെ അഭിമുഖീകരിച്ച് ഇനി മരണമാണെന്ന് ബോധ്യത്തോടെ തൻ്റെ വാഹനങ്ങളെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനിലേക്ക് വീണ്ടും പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് തൻ്റെ യാത്രാമൃഗം കടന്നു വരുമ്പോൾ സന്തോഷിക്കുന്ന മനുഷ്യനേക്കാൾ നിങ്ങളുടെ സട്ടാവ് അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നാൽ സന്തോഷിക്കുന്നവനാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തിന്മകളോട് പൂർണ്ണമായി വിട പറഞ്ഞുകൊണ്ട് നന്മയുടെ സന്ദേശവാഹകരാകാൻ, സമൂഹത്തിൽ മാന്യതയുടെ പരിവേഷമുള്ളൊരു ജീവിതത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടി സ്വമേധയാ മുന്നോട്ട് വന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാവി ജീവിതം ഭാസുരമാക്കാൻ കാരുണ്യവാനായ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.